രാജ്യാന്തര തുറമുഖത്തേക്ക് വന്ന മൂന്നാമത്തെ കപ്പൽ നാവിയോസ് ടോംബോ ഞായറാഴ്ച രാവിലെ ബെർത്തിലെടുത്തു. കൊളംബോ തുറമുഖത്ത് നിന്നും ഞായറാഴ്ച പുലർച്ചെ എത്തിയ കപ്പലിനെ രാവിലെ 8:30യോടെയാണ് ബെർത്തിലെത്തിച്ചത്. കണ്ടെയ്നറുകളുടെ വലിയ ശേഖരവുമായി എത്തിയ കപ്പലിലേക്ക് തുറമുഖത്ത് സംഭരിച്ച് ശേഷിച്ച കണ്ടെയ്നറുകളിൽ 863 ലോഡ് ചെയ്യുന്ന ദൌത്യം ഞായറാഴ്ച തന്നെ തുടങ്ങി. ലോഡിംഗ് പൂർത്തിയാകുന്നതനുസരിച്ച് കപ്പൽ ഇന്ന് ചെന്നൈക്ക് പോകുമെന്നാണ് വിവരം. ലോഡിംഗ് പൂർത്തിയായില്ലെങ്കിൽ മടക്കയാത്ര അടുത്ത ദിവസത്തേക്ക് നീളും. കഴിഞ്ഞ ആഴ്ചകളിൽ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ, രണ്ടാമത്തെ കണ്ടെയ്നർ കപ്പൽ മാറിൻ അസൂർ എന്നിവ ഇവിടെ അടുത്ത് മടങ്ങിയിരുന്നു. 261 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ള നാവിയോസ് ടോംബോയിൽ ആകെ 20 ക്രൂവിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാ പേരും ഫിലിപ്പീൻസിൽ നിന്നുള്ളവരാണ്. അതിനിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതോടെ സംസ്ഥാനത്ത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. ലോകത്താകമാനം തുറമുഖ ചരക്ക് നീക്ക മേഖലയിൽ വമ്പിച്ച സാധ്യതകളാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ നിന്നടക്കം ഈ മേഖലയിൽ വൈദഗ്ധ്യം നേടിയ നിരവധി തൊഴിലാളികൾ വിദേശ രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്നുണ്ട്. കേരള സർക്കാർ സ്ഥാപനമായ ഒഡാപെക് മുഖേന തുർക്കിയിലേക്കും മറ്റുമായി തുറമുഖ കപ്പൽ മേഖലകളിലേക്ക് ജോലിക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്തരം തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വിഴിഞ്ഞം യാഥാർത്ഥ്യമായതോടെ എഞ്ചിനീയറിംഗിൽ വൈദഗ്ധ്യമുള്ളവർ, MBA സമാന യോഗ്യതയുള്ള പ്രൊഫഷണലുകൾ, ഫിനാൻസ്, അക്കൌണ്ട്സ് മേഖലകളിൽ വമ്പിച്ച തൊഴിൽ സാധ്യതകളാണ് വരാൻ പോകുന്നത്. കണ്ടെയ്നറുകൾ നീക്കാൻ ഉപയോഗിക്കുന്ന ITV പ്രവർത്തിപ്പിക്കാനുള്ള ലൈസൻസും അനുഭവപരിചയമുള്ളവർക്ക് തൊഴിലവസരങ്ങളുമേറും. മാത്രമല്ല, പ്രത്യേക ഉപകരണങ്ങൾ, പ്ലംബർമാർ, ഇലക്ട്രീഷ്യൻ, ഡ്രൈവർമാർ എന്നിവർക്കും മെക്കാനിക്കൽ മേഖലയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. നിലവിൽ കേരള സർക്കാരിന്റെയും അദാനി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെയും കീഴിൽ തുറമുഖ സംബന്ധമായ ജോലികൾക്കായുള്ള പരിശീലന കേന്ദ്രം അസാപ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ പഠനം പൂർത്തിയാകുന്നവർക്ക് നേരിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിൽ നേടാനുള്ള അവസരമാണ് വരാനിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഭാഗമായ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡാണ് അന്താരാഷ്ട്ര തുറമുഖം ഏകദേശം 8,867 കോടി രൂപ ചിലവിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വികസിപ്പിക്കുന്നത്. ആധുനിക ഉപകരണങ്ങളും നൂതന ഓട്ടോമേഷൻ IT സംവിധാനങ്ങളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായി മാറും. 2024 സെപ്റ്റംബറിലോ ഒക്ടോബറിലോ തുറമുഖം പൂർണ്ണമായി കമ്മീഷൻ ചെയ്യപ്പെടും. തുറമുഖവുമായി നേരിട്ട് ബന്ധപ്പെട്ട തസ്തികൾക്ക് പുറമെ വിഴിഞ്ഞത്തും പരിസരത്തുമായി ആയിരക്കണക്കിന് അനുബന്ധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. വിഴിഞ്ഞത്തിൽ നിന്ന് ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിനാൽ ട്രക്ക് ജീവനക്കാർക്കും സാങ്കേതിക വിദഗ്ധർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് വിവിധ തുറമുഖങ്ങളിലേക്ക് ക്രൂയിസ് കപ്പൽ സർവീസ് നടത്തുന്ന വിഷയം സംബന്ധിച്ച് 19 സംരംഭകരുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയോടെ മാരിടൈം ബോർഡ് എറണാകുളത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ 12 സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ചു. 15 പേർ പങ്കെടുത്തതായി മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള പറഞ്ഞു. 29 ഇത് സംബന്ധിച്ച താൽപര്യപത്രം ക്ഷണിച്ചിട്ടുള്ളത്. ഇതനുസരിച്ചാവും തുടർ നടപടികളുടെ പുരോഗതി. സംരംഭം തുടങ്ങിയാൽ വിഴിഞ്ഞത്ത് നിന്നും ശ്രീലങ്ക, മാലദ്വീപ് തുടങ്ങിയ സമീപ വിദേശ രാജ്യങ്ങളിലേക്കുൾപ്പെടെ ആഡംബര യാത്രാ കപ്പൽ സർവീസുകൾ ഉണ്ടാവും. വിഴിഞ്ഞത്ത് നിന്നും കൊല്ലം, ബേപ്പൂർ, മാംഗ്ലൂർ തുറമുഖങ്ങളിലേക്കും രാത്രി, പകൽ ഉല്ലാസ ആഡംബര യാത്രാ കപ്പൽ സർവീസുകൾ ആരംഭിക്കാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെയാണ് ശ്രീലങ്ക പോലുള്ള സമീപ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കപ്പൽ സർവീസുകൾ. വിഴിഞ്ഞം, കൊല്ലം തുറമുഖങ്ങളിൽ നിന്നും വിദേശ കപ്പൽ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള നിയമാനുസൃത അനുമതികളും നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു. കടൽ വഴിയുള്ള ക്രൂയിസ് കപ്പൽ സർവീസിനൊപ്പം കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിലൂടെയും ആഡംബര ഉല്ലാസയാത്രാ പദ്ധതിയുണ്ടെന്ന് അധികൃതർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.